ഹായ്, സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കപ്പ കൊണ്ടുള്ളൊരു ദോശയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ദോശ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് കപ്പ കൊണ്ട് നമ്മൾ സാധാരണ ദോശയല്ല, കുറച്ച് ഈ അടദോശ, കറുമുറ ദോശ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട്. നന്നായി വാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 2 വറ്റൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 8 മണിക്കൂർ കുതിർത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു 8 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു കപ്പയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ളൊരു കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കുതിർത്ത അരി അരച്ചെടുക്കാം. അപ്പോൾ പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ദോശമാവിൻ്റെ രീതിയിൽ അരച്ചെടുക്കാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അതേ ജാറിലേക്ക് കപ്പ കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ കപ്പ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞതാണ് ചേർക്കാൻ പോകുന്നത്. സവാള അരിഞ്ഞത് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. മുളക് ഇട്ടതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് വെച്ചത് ദോശ ചുട്ടെടുക്കാം. ഇതൊരു വെറൈറ്റി ദോശ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ കപ്പയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കാം. ഇത് തീരെ കനം കുറഞ്ഞൊരു ദോശ ആയിരിക്കില്ല, കുറച്ച് കട്ടിയുള്ളൊരു ദോശയായിരിക്കും. നമ്മുടെ അടദോശ ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു വശം നന്നായി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിടാം. അപ്പോൾ കപ്പയൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ദോശ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ ചട്നിയുടെ കൂടെയും ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണിത്. താങ്ക് യു.